അമ്മ എങ്ങനെ ഏത്തയ്ക്ക പച്ചടി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നല്ല പഴുത്ത ഏത്തയ്ക്ക എടുക്കുക. ഇതുപോലെ മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കുക. ഇനി ഒരു പാത്രം ചൂടാകുമ്പോൾ നമ്മൾ മുറിച്ച് വെച്ച ഏത്തപ്പഴം, വേപ്പില, ഒരു 5-6 പച്ചമുളക്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കുക. ഇനി നമുക്കിത് അടച്ച് വേവിക്കാം. അങ്ങനെ ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകണ്ട. കുറച്ച് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കാം. ഇനി നമുക്ക് തേങ്ങയും ജീരകപ്പൊടിയും കൂടി ഇട്ടിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കഷ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ കഷ്ണത്തിലേക്ക് ഇടാം. എന്നിട്ട് ഒന്നുകൂടെ വേവിക്കാൻ വെക്കണം. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഈ അരപ്പിൽ കിടന്ന് നന്നായിട്ട് വേവും. തേങ്ങയുടെ പച്ചമണമൊക്കെ മാറി കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മോരൊഴിക്കാം. മോരൊഴിക്കുമ്പോൾ നമ്മൾ തീ കുറച്ചിടണം. മോര് വേവാൻ പാടില്ല. എന്നിട്ട് മോരൊഴിച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്ക് താളിക്കാനായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഒരു 10 ചെറിയുള്ളി, കുറച്ച് വേപ്പില, കുറച്ച് വറ്റൽമുളകൊക്കെ ഇട്ട് നന്നായിട്ട് മൂപ്പിക്കണം. നല്ല ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഈ പച്ചടിയിലേക്ക് ഒഴിക്കാം. അപ്പം ഇങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് ഓണത്തിന് ഏത്തയ്ക്ക പച്ചടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക.